കാളിദാസ് തരിണി വിവാഹത്തിന് 2 നാൾ മുൻപേ തന്നെ എങ്ങനെയായിരിക്കും വധുവായി തരിണി എത്തുക എന്നറിയാനുള്ള കാത്തിരിപ്പിലായിരുന്നു ആരാധകർ. ആകാംക്ഷകൾ അവസാനിപ്പിച്ച് മണിക്കൂറുകൾക്ക് മുമ്പ് കാളിദാസിൻ്റെ വധുവായി തരിണി എത്തിയത് ഒരു സിമ്പിളായ വധുവായാണ്. എന്നാൽ കാഴ്ചയിലുള്ളതുപോലെ അത്ര സിമ്പിൾ വധു ആയിരുന്നില്ല തരിണി എന്നതാണ് യാഥാർത്ഥ്യം. കാരണം അച്ഛൻ ഹരിഹറും അമ്മ ആരതിയും മകൾക്ക് വിവാഹ സമ്മാനമായി നൽകിയത് കോടികൾ വില വരുന്ന വജ്രാഭരണങ്ങളാണ്. 2 മാലകളും കൈകളിൽ 2 വളകളും വീതം മാത്രമാണ് തരിണി വധുവായി ഒരുങ്ങുവാൻ ധരിച്ചിരുന്നതെങ്കിലും അതിൻ്റെ വില എന്ന് പറയുന്നത് കോടികളാണ്. വില കൂടിയ ഡയമണ്ട് കല്ലുകൾ പതിച്ച ഗോൾഡൻ ആഭരണങ്ങളാണ് തരിണിക്ക് അച്ഛനും അമ്മയും വിവാഹത്തിനായി സമ്മാനിച്ചത്. കഴുത്ത് നിറഞ്ഞുകിടക്കുന്ന വലിയ നെക്ലേസാണ് തരിണിയുടെ ആഭരണങ്ങളിൽ ഏറ്റവും ശ്രദ്ധ നേടുന്നത്. 2ാമത്തെ വലിയ മാലയാണ് കല്യാണപ്പെണ്ണിൻ്റെ അഴകിലേക്ക് തരിണിയെ പൂർണ്ണമായും എത്തിക്കുന്നത്. അരയിൽ സ്വർണത്തിൻ്റെ ഒഡ്യാണവും തരിണി ധരിച്ചിരുന്നു. 2 കൈകളിലും വജ്രത്തിൻ്റെ വളകളാണ് ഇട്ടിരുന്നത്. ഇരുകൈകളിലും 2 വളകൾ വീതം കാണാം. നെറ്റിച്ചുട്ടിയും ജിമുക്കയും കമ്മലും ഒക്കെ സിമ്പിളാണെങ്കിലും എല്ലാം ഡയമണ്ടിൻ്റെയാണ് എന്നതാണ് തരിണിയെ ഏറ്റവും അധികം സുന്ദരിയാക്കിയത്. ഓറഞ്ച് സാരിയാണ് കല്യാണത്തിനായി തരിണി തിരഞ്ഞെടുത്തത്. അതിൽ നിറയെ ഗോൾഡൻ കല്ലുകളും നൂലിഴകളും കൊണ്ട് പ്രത്യേകം വർക്ക് ചെയ്ത സാരി പ്രത്യേക ഭംഗിയാണ് തരിണിക്ക് സമ്മാനിച്ചതും. അച്ഛൻ ഹരിഹറിൻ്റെ കൈപിടിച്ചാണ് വിവാഹവേദിയിലേക്ക് തരിണി എത്തിയത്. പിന്നാലെ അമ്മയും സഹോദരിയും ഉണ്ടായിരുന്നു. രാവിലെ 7:15-നും 8 മണിക്കും ഇടയിലായിരുന്നു കാളിദാസിൻ്റെയും തരിണിയുടെയും വിവാഹ മുഹൂർത്തം. അതിന് മിനിറ്റുകൾക്ക് മുമ്പ് കല്യാണ മണ്ഡപത്തിലേക്കെത്തിയ വധൂവരന്മാരെ കാത്ത് പ്രിയപ്പെട്ടവരും ബന്ധുക്കളും അവിടെയുണ്ടായിരുന്നു. അവർക്കിടയിലൂടെയാണ് തരിണി താലികെട്ടിനായി വിവാഹ പന്തലിലേക്ക് കയറിയത്. തുടർന്ന് അത്യാഘോഷമായ വിവാഹ ചടങ്ങുകളാണ് നടന്നത്. താലികെട്ടിന് പിന്നാലെ "എന്നും ഇതുപോലെ നീ സന്തോഷത്തോടെ ഇരിക്കണം, ഞാൻ എപ്പോഴും നിനക്കായി നിന്റെ അരികിൽ തന്നെ ഉണ്ടാകും, നിന്റെ സന്തോഷമാണ് എൻ്റെ ജീവിതം" എന്നാണ് കാളിദാസ് തരിണിയുടെ കൈകൾ ചേർത്ത് പിടിച്ചു പറഞ്ഞത്. എല്ലാം തലയാട്ടി സന്തോഷത്തോടെ കേട്ടുനിന്ന തരിണിയുടെ കണ്ണുകൾ തൊട്ടടുത്ത നിമിഷം നിറഞ്ഞൊഴുകുകയായിരുന്നു. കവിളിലൂടെ ഒലിച്ചിറങ്ങിയ കണ്ണുനീർ മാളവികയാണ് പിന്നിൽ നിന്നും സ്നേഹത്തോടെ തുടച്ചു കൊടുത്തത്. കാളിദാസിൻ്റെ ആ സ്നേഹത്തിൽ പൊതിഞ്ഞ വാക്കുകളും ജീവിതകാലം മുഴുവൻ തുണയായിരിക്കുമെന്ന വാഗ്ദാനവുമാണ് തരിണിയുടെ കണ്ണും മനസ്സും ഒരേ സമയം നിറയിച്ചത്. 3 വർഷത്തോളം നീണ്ട പ്രണയ ജീവിതത്തിനാണ് ഏതാനും മണിക്കൂറുകൾക്ക് മുമ്പ് ഗുരുവായൂർ ക്ഷേത്രത്തിൽ വെച്ച് സാഫല്യമായത്. ആയിരക്കണക്കിന് ജനങ്ങളാണ് ഇരുവർക്കും ആശീർവാദങ്ങളേകാൻ എത്തിയത്. നിരവധി വിവാഹങ്ങളാണ് ഇന്ന് ഗുരുവായൂരിൽ വെച്ച് നടന്നത്. അക്കൂട്ടത്തിലൊന്നായിരുന്നു കാളിദാസിൻ്റേതും. എങ്കിലും ഞായറാഴ്ച ആയതുകൊണ്ടുകൂടിയും പതിവിലുമധികം തിരക്കാണ് ക്ഷേത്രത്തിൽ അനുഭവപ്പെട്ടത്. നടനും എംപിയുമായ സുരേഷ് ഗോപിയും മകൾ ഭാഗ്യ സുരേഷും മകൻ ഗോകുൽ സുരേഷും മേജർ രവിയുമെല്ലാം വിവാഹത്തിൽ പങ്കെടുക്കുവാൻ രാവിലെ തന്നെ ക്ഷേത്രത്തിൽ എത്തിയിരുന്നു. കൂടുതൽ സിനിമ, സീരിയൽ, ചാനൽ വാർത്തകൾക്കും നിങ്ങളുടെ പ്രിയപ്പെട്ട താരങ്ങളുടെ എക്സ്ക്ലൂസീവ് അഭിമുഖങ്ങൾക്കുമായി സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കല്ലേ.